ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും വചനദീപ്തി ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 9-ാം അധ്യായം 17-ാം വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് അന്ന് ഈ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല എന്ന് പറയുമ്പോൾ ഇതൊരു വീഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ ഒരു തോൽക്കുടത്തിൻ്റെയോ കാര്യമല്ല, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇത് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ധ്യാനിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ധ്യാനത്തിനൊക്കെ പോയതായിരുന്നു. അപ്പോൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ എനിക്ക് പഴയ അഭിഷേകം തരണമേ. അല്ലെങ്കിൽ നമ്മളെ പാട്ടൊക്കെ പാടുമ്പം പറയല്ലേ, കർത്താവേ പഴയ പെന്തക്കുസ്ത, ഞങ്ങൾക്ക് വീണ്ടും ഒരു പെന്തക്കുസ്ത തരണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. എന്താണ്? പുതിയ വീഞ്ഞെടുത്ത് പഴയ തോൽക്കുടങ്ങളിൽ വെക്കരുത്. പഴയ സ്വഭാവങ്ങളും പഴയ കുറേ ഉപേക്ഷിക്കാത്ത കുറേ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് ക്ഷമയുടെ മേഖലയാകാം, ഏതെങ്കിലും സുഖാനുഭവങ്ങളുടെ മേഖലയാകാം, ബന്ധങ്ങളുടെ മേഖലയാകാം. അതെല്ലാം ഒന്ന് ക്ലീനാകാതെ അല്ലെങ്കിൽ അത് നവീകരിക്കപ്പെടാതെ അതിലേക്ക് വീണ്ടും വീണ്ടും ഒരു അഭിഷേകം വന്നതുകൊണ്ട് നിലനിൽക്കുകയില്ല. ഒത്തിരി ആളുകളുടെ ഒരു കംപ്ലൈൻറ്റ് തന്നെ അതാണ്, ധ്യാനം കൂടിയിട്ട് അഭിഷേകത്തിൽ നിലനിൽക്കാൻ അങ്ങ് പറ്റുന്നില്ല. ആ ധ്യാനം ഒരു എന്താ പറയുക, സുഖമായില്ല, അല്ലെങ്കിൽ ഒരു അഭിഷേകമായില്ല. കുറ്റമൊക്കെ ധ്യാന ഗുരുക്കന്മാർക്കോ അല്ലെങ്കിൽ ധ്യാന മന്ദിരത്തിൻ്റെ മേലും വെക്കാനാണ് നമുക്കൊക്കെ ഒരു താല്പര്യം. ആ അച്ഛന് അഭിഷേകം ഇല്ലാത്തത് കൊണ്ടാണ്, ആ സെൻറ്ററിന് അഭിഷേകം ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വെച്ച് കളയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി പുതിയ വീഞ്ഞ് സ്വീകരിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഒരു പുതിയ അഭിഷേകം സ്വീകരിക്കാൻ തക്കവണ്ണം നവീകരിക്കപ്പെടേണ്ടത്. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ദൈവരാജ്യം എന്ന് റോമ 14:17 പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ അത് ഭക്ഷണപാനീയങ്ങളൊന്നും അല്ലല്ലോ, സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതവുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യം എന്ന് റോമ 14:17 പറയുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുക. അതിനാണ് നീ മാനസാന്തരപ്പെടേണ്ടത്. നിൻ്റെ മനസ്സ് നീ രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് കർത്താവ് തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യം തന്നെ പറയാനുള്ള കാരണം, മാനസാന്തരപ്പെടാതെ പഴയതെല്ലാം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പഴയതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ നിൽക്കുമ്പോൾ, ചില ആളുകൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഡിവൈനിൽ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് പേരെ കാണാനിടയാകാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയാണ്, ഞാനിപ്പോൾ അങ്ങനെയൊന്നും മദ്യപിക്കുന്നൊന്നുമില്ല, ഞാൻ വല്ലപ്പോഴും ഒക്കെ അങ്ങ് കുടിക്കുന്നുള്ളൂ, അതും ആരും കാശ് മുടക്കിയൊന്നും കുടിക്കാറില്ല. വല്ലവരുമൊക്കെ തന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ വല്ല അനിയനൊക്കെ വിദേശത്തിന് വരുമ്പം അളിയൻ വരുമ്പോഴൊക്കെ കൊണ്ടുവരുന്ന കുപ്പിയിൽ ഒരു ശകലം, വല്ലപ്പോഴും ഒരു പെഗ്, അതിപ്പം ദൈവം അന്ന് ക്ഷമിക്കും, അതൊന്നും കുഴപ്പമില്ല. എനിക്കൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ മകൾക്കൊന്ന് പുറത്തു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ വീടിൻ്റെ പണിയൊന്ന് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ അഭിഷേകത്തിൻ്റെ വഴിയിലും കൂടെ ആകണം. അല്ലാതെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയല്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കൊരു രൂപാന്തരീകരണമാണ് ആവശ്യം. യേശു അതുകൊണ്ടാണ് നിക്കോദോമസിനോട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു വെച്ചില്ലേ, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, നീ ഒന്ന് വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നിക്കോദോമസേ. ഒരു പുതിയ ജനനം നിനക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നത്. കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, ആദ്യകാലങ്ങളിലൊക്കെയാണ് ആളുകൾ ഈ മാനസാന്തരം എന്നൊക്കെ പറയുക. ഇപ്പോഴെനിക്ക് തോന്നുന്നു ധ്യാന വിഷയങ്ങളിൽ നിന്ന് പോലും മാനസാന്തരം മാറിപ്പോയോ എന്ന്. മാനസാന്തരപ്പെടാതെ ഒരു കളി നടക്കുകയില്ല. ഇനി മാനസാന്തരപ്പെടാതെ നിനക്ക് എന്തൊക്കെ അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞാലും അത് നിലനിൽക്കാനും പോകുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാനസാന്തരപ്പെടുക. നിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സോട് ചേർന്നിരിക്കുക. ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞവർ ആരാണെന്നൊക്കെ വിശുദ്ധ പൗലോസ് ലീഹ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കണം.
അവൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നുള്ള അവൻ്റെ ജീവിതത്തിലൂടെ യേശു തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ജീവിക്കാതെ നമ്മൾ മണിക്കൂറുകൾ വചനം വായിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നന്മ പ്രവൃത്തികൾ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും അതിന് കാരണമാകുന്നില്ല. ദൈവം തന്നെ പറയുന്നുണ്ട്. ഏശയ്യാ 65:6 വചനം ഇങ്ങനെയാണ്: നിൻ്റെ സൽപ്രവൃത്തികളുടെ കണക്കൊക്കെ നീ ഒന്ന് കൊണ്ടുപോവാ, നമുക്കൊന്ന് എല്ലാത്തിൻ്റെയും രേഖ എൻ്റെ കയ്യിലുണ്ടെന്നാണ് കർത്താവ് പറയുക. ആ എല്ലാത്തിൻ്റെയും രേഖ, നീ മാനസാന്തരപ്പെട്ടതൊക്കെ ഏതെല്ലാം ഭാഗത്താണെന്നുള്ളതിൻ്റെ രേഖയൊക്കെ കർത്താവിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ഗലാത്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം അങ്ങനെയാണ് തുടങ്ങുക. 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുകയാണ്: നിങ്ങൾക്ക് വ്യാമോഹം ഒന്നും വേണ്ട കേട്ടോ എന്ന്. അടുത്ത വചനം പറയും ദൈവത്തെ കബളിപ്പിക്കാനാകില്ല എന്ന്. നമുക്കറിയാമല്ലോ, അപ്പോസ്തല നടപടി പുസ്തകത്തിലല്ലേ നമ്മൾ കാണുക, പത്രോസിൻ്റെയൊക്കെ അടുത്ത് ഒരു ക്ഷമയം വന്നിട്ട് പറയുന്നില്ലേ, മാന്ത്രിക വിദ്യയൊക്കെ അറിയാവുന്നതാണ്, ഞാൻ കുറച്ച് കാശൊക്കെ തരാം, ഈ ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് തരാൻ. കൊടുത്തോ? കിട്ടിയില്ല. അപ്പം ഈ പഴയ കുടത്തിലേക്ക് പുതിയ വീഞ്ഞൊഴിക്കാൻ പോയവരുടെയൊക്കെ ആ തകർച്ചയുടെ ചരിത്രമൊക്കെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ വായിക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോസ്തല നടപടി പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുക 1 മുതലുള്ള വാക്യങ്ങളിൽ. അവിടെ നമ്മൾ അനന്യാസിനെ സഫീറയെ കാണുക. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയും അപ്പം മുറിക്കലും അവരുടെ വലിയ പങ്കുവയ്ക്കലും സ്നേഹപ്രകടനങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അനന്യാസും സഫീറയും പറഞ്ഞു ഇവരുടെ കൂടെ കൂടാം. സ്ഥലമൊക്കെ വിറ്റ് കാശ് കണ്ടു കഴിഞ്ഞപ്പോൾ, ആ പണത്തിൻ്റെ തിളക്കം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തു, അപ്പടി കൊടുക്കണ്ട, കുറച്ച് മാറ്റി വെച്ചേക്കാം. നോക്കണം, ആ പഴയ തോൽക്കൂടം അതേപടി ഇരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ അല്ല, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയോട് കൂടെ ചേർന്ന് നിൽക്കാം നമുക്ക്, നമ്മുടെ പഴയ തോൽക്കൂടം വഹിച്ചുകൊണ്ട് തന്നെ. അതാണ് രണ്ടുപേരുടെയും പ്ലാന്. തീർന്നു പോയില്ലേ? പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് രേഖ സൂക്ഷിക്കുന്നയാൾ ദൈവമാണ്, മനുഷ്യരൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛനെ വേണേൽ പറ്റിക്കാം, നമ്മുടെ പ്രയർ ഗ്രൂപ്പിലെ ആളെ പറ്റിക്കാം, ധ്യാനമന്ദിരത്തിലെ അച്ഛന്മാരെ പറ്റിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ പറ്റിക്കാം, നമ്മുടെ ജീവിത പങ്കാളിയെ പറ്റിക്കാം. എല്ലാവരെയും നമുക്ക് പറ്റിക്കാൻ പറ്റും, കാരണം അവർക്കാർക്കും നമ്മുടെ ഹൃദയം അറിയില്ല. എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:6 പറയുന്നില്ലേ, ദൈവമായ കർത്താവ് നിൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും സൂക്ഷ്മ വിചാരങ്ങളും വികാരങ്ങളും പരീക്ഷിച്ചറിയുന്നവനും അത് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവനുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വചനം പറയുന്നത് എത്രയോ സത്യമോ. നിങ്ങൾക്ക് സത്യമായും ദൈവത്തെ കബളിപ്പിക്കാൻ ആകില്ല. അപ്പോൾ ഈ പഴയ കുടവുമായിട്ട് നടന്ന് പുതിയ വീഞ്ഞ് പിടിക്കുക എന്നുള്ളത്, ആ പരിപാടി നമ്മൾ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അനന്യാസ് സഫീറ ചെയ്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരങ്ങ് പോയി അവരുടെ അതേ ജീവിത രീതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ പുതിയ അഭിഷേകം, അപ്പോസ്തലന്മാർക്ക് കിട്ടിയ അതേ അഭിഷേകം, ആദിമ ക്രൈസ്തവർക്ക് കിട്ടിയ അതേ അഭിഷേകം സ്വീകരിക്കാൻ പോയതാ. എത്താൻ പറ്റിയില്ല അവർക്ക്. രണ്ടുപേരും പത്രോസിൻ്റെ അടുത്ത് വെച്ച് തീർന്നു പോയി. അതാ കർത്താവ് പറയുന്നില്ലേ, പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ പോയാൽ പഴയ തോൽക്കുടം പൊട്ടി വീഞ്ഞ് പാഴായി പോകും. അവരുടെ പൈസയും പോയി, അവരുടെ ജീവിതവും പോയി, സകലതും പോയി. അന്നോർത്തുകൊണ്ട് കർത്താവ് നമ്മളെ ഭയപ്പെടുത്തുകയൊന്നുമല്ല. അതെല്ലായിടത്തും പറഞ്ഞുകൊണ്ട് കർമ്മത്തിനനുസരിച്ചാണ് ഫലമെന്ന്. കർമ്മം ചെയ്താൽ, നല്ല കർമ്മം ചെയ്താൽ നല്ല കർമ്മത്തിന് പ്രതിഫലമെന്ന് എല്ലാ മതങ്ങളിലും ഊന്നി പറയുന്നുണ്ട്. കർത്താവ് അതും സുവിക്തമാക്കിയിരിക്കുന്ന കാര്യമാണ്. ഓരോരുത്തർക്കും താന്തങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകുന്നത്, താന്തങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. എൻ്റെ ജീവിതത്തിനൊരു നവീകരണമില്ലാതെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പഴയതൊക്കെ ഒന്ന് എടുത്തു കളയാതെ പുതിയ എന്തിനെ കയറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല പ്രിയപ്പെട്ടവരെ. അതെങ്ങനെ സാധിക്കും? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇനിയിപ്പം നമ്മുടെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ചില ആളുകൾ വീടൊക്കെ മാറുമ്പോൾ, പുതിയ വീടൊക്കെ പണിയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ പഴയ വീട്ടിലെ സാധനങ്ങളെല്ലാം അവർ മാറ്റി വയ്ക്കും. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ളൊരു സഹോദരി, അവൾക്ക് വീടൊന്നുമില്ല, അവൾ വാടകയ്ക്കൊരു വീടൊക്കെ എടുത്തു. ഒരു കട്ടിൽ പോലും ഇടാൻ ആ പാവം സ്ത്രീക്കില്ല. പക്ഷെ അവളെ പരിചയമുള്ള ചില ആളുകൾ, എനിക്കറിയാവുന്ന കുറച്ച് ആളുകൾ, അവർ എന്ത് ചെയ്തു, അവരുടെ പുതിയ വീട്ടിലേക്ക് മാറുന്നതിന് മുമ്പായിട്ട് വെച്ചിരുന്ന നല്ല വിലപിടിപ്പുള്ള പഴയ സാധനങ്ങളാണ്, അതെല്ലാം വണ്ടി വിളിച്ച് ആ സ്ത്രീയുടെ വീട്ടിലിട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്.
ആ പഴയ സാധനങ്ങളൊന്നും അവരുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നേയില്ല. സാധാരണ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ, ആ പരിശുദ്ധമായ ദൈവത്തിൻ്റെ കൂടെ സഹവസിക്കാൻ, അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പഴയതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാലോ എന്ത് സംഭവിക്കും? അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരപ്പെടുക, പഴയ മാലിന്യങ്ങളൊക്കെ കളയുക. ഓരോരുത്തരുള്ള വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം ഇത്രയും കാലമായിട്ടും ഉണ്ടല്ലോ. കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. ഞാൻ ചോദിക്കാറുണ്ട് അവരോട്, എത്ര ധ്യാനം കൂടി? 10ഉം 15ഉം ധ്യാനം കൂടി ഒരു കൗൺസിലിംഗ് വരുമ്പോഴും ഇപ്പോഴും പറയുന്നത് അയ്യോ പണ്ടെൻ്റെ കെട്ടിയവൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തെ ചരിത്രമാണ്, അല്ലെ എൻ്റെ മാതാപിതാക്കന്മാർ അങ്ങനെ ചെയ്തതാ, അല്ലെ സ്കൂളിലെ സാർ അങ്ങനെ പറഞ്ഞതാ. ആന്തരിക മുറിവെന്നൊക്കെയാണ് പറയുന്നെങ്കിലും ഇത്രയൊക്കെ ധ്യാനം കൂടുമ്പോൾ ആ ആന്തരിക മുറിവുകളൊക്കെ ഒന്ന് സുഖപ്പെട്ട് ആ മാലിന്യമൊക്കെ ഒന്ന് കഴുകിക്കളയണ്ടേ? പലർക്കും ഒരു അഭിഷേകം പുതിയതായിട്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പഴയ മാലിന്യം കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതൊക്കെ അങ്ങ് നീക്കിക്കളയണം. നല്ലപോലെ ഒന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ഒരു ചാപ്പലിലോ, അല്ല നമുക്ക് ചാപ്പലിലൊന്നും പോകാൻ പറ്റില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ധ്യാനമൊക്കെ അടുത്ത് തന്നെ ഒന്ന് പോയി കൂടാൻ പറ്റുമെങ്കിൽ അങ്ങനെ. എന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. അല്ലാതെ കൗൺസിലിംഗ് ചെയ്യാൻ പോകുന്ന ആളുടെ അടുത്ത് പോയി ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരണമേ, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ കുഴപ്പമുണ്ടോ, അങ്ങനെയല്ല അതിൻ്റെ ഒരു വഴി. നമ്മുടെ കുഴപ്പങ്ങൾ നമ്മളാണ് കണ്ടെത്തി നമ്മളാണ് എടുത്തു കളയേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം. അതാണ് അതിന് ശരിയായ രീതിയിലുള്ള പോക്ക്. ദാവീദ് കണ്ടില്ലേ, 51-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാന്ന് പറയുമ്പോഴേ, ദാവീദ് പാപം ചെയ്തു, ദൈവത്തിൻ്റെ വചനം ലംഘിച്ചു, വ്യഭിചാരം ചെയ്തു. ദാവീദ് ചങ്ക് പൊട്ടി പറയുകയാണ്, കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ആ പഴയ കുടവായി മാറി എന്നുള്ളത് ദാവീദിന് മനസ്സിലായി. ആ നന്മ, ആ വിശുദ്ധി, ആത്മാവിലുള്ള നയിക്കലിൻ്റെ ജീവിതം ഒക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് തിരിച്ചറിയുന്ന ദാവീദിൻ്റെ നിലവിളിയാണ് 51-ാം സങ്കീർത്തനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരാത്മശോധന ചെയ്ത് നമ്മൾ തന്നെയാണെന്ന് ഒരു ശുദ്ധീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ മാനസാന്തരം അതുകൊണ്ട് ഓൺ ഗോയിങ് പ്രോസസ്സാന്നൊക്കെ പറഞ്ഞു വയ്ക്കുക, നിരന്തരം ഉണ്ടാകേണ്ടതാണ്. ഒരു ധ്യാനം കൂടി ഞാൻ മാനസാന്തരപ്പെട്ടു, ആ മാനസാന്തരത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞു അതോടെ തീർന്നു, പിന്നെ എല്ലാം പഴയതുപോലെ. പണ്ടത്തെ അത്രയും വലിയ ഗുരുതരമായ കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും അതിനോട് സാമ്യമായ പലതും നമ്മുടെ ഉള്ളിൽ ഇരിക്കുക. അപ്പോൾ വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര മനോഭാവം, പണ്ടത്തെ പോലെ നമ്മൾ പ്രതികാരം ചെയ്യാൻ വാക്കത്തിൽ നിന്നെടുത്ത് പോകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒരു സമാധാനമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞ് ഞാൻ മറക്കാൻ പറ്റിയ അയാൾ പറയാം, ഓ ധ്യാനം കൂടിയപ്പോൾ ഞാനൊരു 10-15 വർഷമായി ധ്യാനം കൂടിയിട്ട് ധ്യാനം കൂടിയപ്പോൾ ഞാൻ ശരിക്കും ഉറങ്ങുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ? അപ്പനോടൊരു പ്രശ്നമുണ്ടായിരുന്നു, അപ്പനോട് അങ്ങ് ക്ഷമിക്കാനൊക്കെ പറ്റി കേട്ടോ. ഞാൻ ചോദിച്ചു നല്ല കാര്യം, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, ഞാൻ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു അപ്പനോട് എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റിയത്? അപ്പോൾ അദ്ദേഹം പറയാം, ഓ ഞാനൊരു ക്ലാസ് കേട്ടു ധ്യാനത്തിന് വന്നപ്പം, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കാൻ. ഞാൻ ആ വചനമൊക്കെ തപ്പി കണ്ടുപിടിച്ച് വായിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ദൈവം പകരം ചോദിച്ചോളും, പിന്നെ ഞാൻ എന്തിനാണ് ചോദിക്കാൻ പോണത്? ദൈവം അങ്ങ് പകരം ചോദിക്കും എന്നുള്ള അറിഞ്ഞോടുകൂടി പിന്നെ എനിക്ക് സമാധാനമായി. 10-15 വർഷമായിട്ട് ദൈവത്തെ കൊണ്ട് പകരം ചോദിപ്പിക്കുക. അവരുടെ വീട്ടിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത ആ ആളുടെ, അല്ലെങ്കിൽ പുള്ളിയെ ദ്രോഹിച്ച ആളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു തകർച്ച വന്നാൽ പുള്ളി ഉടനെ പള്ളിയിൽ പോകുമ്പോൾ നന്ദി പറയും. ഓ ദൈവമേ ഇന്ന് നീ അവരോട് അങ്ങനെ ചെയ്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പുള്ളി ഇപ്പോൾ ഈ 15 വർഷമായിട്ട് അഴുകിപ്പോയൊരു തോൽക്കുടവാണ് അദ്ദേഹം. 1 യോഹന്നാൻ 3:15 പറയുന്നില്ലേ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പോൾ ഈ കൊലപാതകിയായ മനുഷ്യനിൽ നിത്യജീവൻ വസിക്കുന്നേ ഇല്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനുള്ളിൽ ആത്മാവുണ്ട്, ഇതൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആത്മാവ് നിർവീര്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ പഴയതെല്ലാം, അത് വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ പകയുടെയോ ഒക്കെ മേഖലയാകാം. നല്ലപോലെ വേറെ ഒരുപാട് മേഖലകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, 40-45 വയസ്സായ ഒരു സ്ത്രീയാണ്, വലിയ സങ്കടത്തോടെ എന്നോട് സംസാരിച്ചു. 45 വയസ്സായ സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ കല്യാണം 28 വയസ്സിലോ 25 വയസ്സിലെങ്ങാണ്ട് കഴിഞ്ഞതാണ്. ഭർത്താവുമായിട്ട് ജീവിക്കുന്നു, രണ്ടുപേരും ധ്യാനമൊക്കെ കൂടി നല്ല ദൈവാനുഭവത്തിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും കൂടെ ചേർന്ന് അവർ ഗെറ്റ് ടുഗദർ, അവരെല്ലാവരുടെ ഞങ്ങളുടെ +2-ൻ്റെയോ എങ്ങാണ്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെച്ചു.
ഭർത്താവ് കേരളത്തിന് വെളിയിലായിരുന്നു. ആളവിടെ പോയി പങ്കൊക്കെ എടുത്തു വന്നു. പിന്നെ പുള്ളിയുടെ സ്വഭാവത്തിനൊക്കെ വ്യത്യാസമായി. എന്നും അളയുമ്പോൾ കൊണ്ട് രാവിലെ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നയാളാണ്. പള്ളിപ്പോക്കൊക്കെ അങ്ങ് കുറച്ചു. ആദ്യം കുറച്ച് വന്നു, പിന്നെ പോകാതെയായി. ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടലായി. പണ്ടൊക്കെ ഫോണൊക്കെ എവിടെ വേണേലും ഇട്ടിട്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു. ഇപ്പോൾ ഫോൺ മാറ്റി വെക്കുന്നൊരു പ്രശ്നമില്ല. അപ്പോഴൊരു സംശയം, ഈ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളൊക്കെ നല്ല ബുദ്ധിമാന്മാരാണെന്ന് ഓർക്കണം. ബുദ്ധിയുള്ളവരാണ്. പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും ഫോണൊക്കെ നന്നായിട്ട് നമ്മളെക്കാൾ ഉപയോഗിക്കാൻ അറിയുന്ന. ഈ കാട്ടായൊക്കെ പപ്പയുടെ ഭാഗത്തുണ്ടായപ്പോൾ മക്കൾ ശ്രദ്ധിച്ചു. മകൻ ആ കാര്യങ്ങളൊക്കെ നോക്കി. അവസാനം അവന് മനസ്സിലായി. അവനും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ചേട്ടനെ കാണിച്ചു കൊടുത്തു. ചേട്ടനും അനിയനും പെങ്ങളും എല്ലാം കൂടെ 3 പേരും കൂടെ യൂണിയനായി. അമ്മയോടുള്ള ഈ നിരസം എന്താണെന്നുള്ളതൊക്കെ അവർക്ക് കാര്യം മനസ്സിലായി. അവരാ പിടിച്ചത്. വെറുതെ ഒന്നുമല്ല. +2 കൂടെ ഉണ്ടായിരുന്നൊരു പെണ്ണ്, അവളുടെ കെട്ടിയവന് അവളെ ഉപേക്ഷിച്ച് 2 പിള്ളേരുമായിട്ട് അവൾ പുറത്താണ് ജീവിക്കുന്നത്, കേരളത്തിന് വെളിയിൽ. ഗെറ്റുഗദറിന് ചെന്നപ്പോൾ ആ കാര്യം മനസ്സിലായത്. പണ്ട് ലൈനായിരുന്നു, കുറച്ച് പ്രേമമൊക്കെ ആയിട്ട് നടന്നതാണ്. കെട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഇപ്പോൾ അവളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു മനസ്സലിവ്. ഞാൻ സഹായിക്കേണ്ടതായിരുന്നു, ഞാനായിരുന്നു അവളെ കെട്ടേണ്ടത്, അവളെ ഈ കഷ്ടത്തിലാക്കിയത് ഞാനാണെന്നൊരു കുറ്റബോധം. ആ പഴയ തോൽക്കുടത്തിലേക്ക് പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ വേണ്ടി നടക്കുകയാണ് അദ്ദേഹം. അതിൻ്റെ ഇടയ്ക്ക് പോയി 2 ധ്യാനമൊക്കെ കൂടി. ഭാര്യയും ഭർത്താവും വഴക്കൊക്കെ ആയപ്പം പരിചയക്കാരൊക്കെ നല്ല കൃപയുള്ളവരൊക്കെ ആയിരുന്നു. അവർ പറഞ്ഞു നിങ്ങളിങ്ങനെ അവരുടെ ധ്യാനം കൂടാൻ. 2 ധ്യാനം കൂടി. എന്നതുണ്ടായി, ആ പഴയ കുടത്തിൻ്റെ അകത്തേക്ക് പുതിയ വീഞ്ഞ് വിട്ടേച്ചിങ്ങ് വന്നു. അത് പൊട്ടിപ്പോയി. അതുണ്ടായത്. നിലനിൽക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വരിക, ഇങ്ങനെയുള്ള പലതും ഉണ്ടാവും. ആരും അറിയാതെയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ എടുത്തൊന്ന് കളയുവാണെങ്കിൽ, എന്നിട്ട് പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ എത്ര പെട്ടെന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ചില ധനമോഹമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ജഡിക ആസക്തികളായിരിക്കാം, തിന്മയുടെ കാഴ്ചകളുടെ സുഖാസ്വാദനങ്ങളൊക്കെ ആയിരിക്കാം. എവിടെയൊക്കെയാണ് നമ്മുടെ കുടം പഴകിപ്പോയാൻ ഇടയായതെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവകൃപ സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. ആ ദൈവകൃപ നിലനിൽക്കേണ്ടവരാണ് നമ്മൾ. പഴയ നിയമത്തിലേക്ക് പോയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആബേലിനെ കൊന്ന കായേൽ, അവൻ്റെ ഉള്ളിൽ ശുദ്ധിക്ക് നിൽക്കാൻ പറ്റുകയില്ലെന്നുള്ളൊരു തിരിച്ചറിവ് അവന് കിട്ടിയത് കൊണ്ടായിരിക്കണം. കായേൽ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ദൂരെ പോയി താമസിച്ചെന്നാണ് പറയുന്നത്. അവനൊരു പുതിയ ജന്മത്തിലേക്കൊന്നും ശ്രമിക്കുന്നൊന്നുമില്ല, മറിച്ച് അവൻ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് അവൻ ഓടിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിലേക്ക് വരാൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ദൈവാനുഗ്രഹം എന്താണ്? നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. കൈച്ചുണ്ടികളും വഴികാട്ടികളും കാണിച്ച് നീ പോയ വഴി നീ മനസ്സിലാക്കുക. യെശയ്യായുടെ പുസ്തകം 57:17-18 വാക്യങ്ങൾ പറയും, ഞാൻ അവൻ്റെ പിഴച്ച വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ കൊണ്ടുപോയി സുഖപ്പെടുത്താം. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്നൊക്കെ കീർത്തനങ്ങൾ ഉയരാൻ ഞാൻ ഇടയാക്കാം. അതെ, നിന്നെ നവീകരിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നേ. നിൻ്റെ ആ പഴയ സ്വഭാവ വികലതകളെല്ലാം ഇപ്പോൾ ഒക്കെ മൂടി വച്ചിരിക്കുന്നതാണ്. മോശ പണ്ട് സീനാ മലയിലേക്ക് കയറി. ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഭയമാണ്, നീ തന്നെ പോയി കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മോശയാണ് ശരിക്കും സീനായ് മലയിലേക്ക് കയറിയത്. ദൈവം ഇടിമുഴക്കത്തിലൂടെ അവനോട് സംസാരിച്ചു. പുകപടലൊക്കെ ഉയർന്നു ഭയങ്കരമായി സീനായ് മല പ്രകമ്പനം കൊണ്ടു. ഇസ്രായേൽ ജനം ഭയന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ മോശ ഇറങ്ങി വരികയാണ് സീനായ് മലയിൽ നിന്ന്. കൽപ്പനകളൊക്കെ ആയിട്ടുള്ള കൽപ്പലകളും കൊണ്ടാണ് വരവ്. മോശയുടെ മുഖം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങ് പ്രകാശിച്ചിരിക്കുക, ശക്തമായ പ്രകാശം. ഇസ്രായേൽ ജനത്തിന് നോക്കാൻ പേടിയായി മോശേനെ. കയറിപ്പോയ മോശയല്ല, ഇറങ്ങി വന്നത് പ്രകാശിക്കുന്ന മോശയാണ്. അഹ്റോൻ പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കർട്ടൻ ഇടാം മുഖത്ത്. അങ്ങനെ പ്രകാശിക്കുന്ന മോശയുടെ മുഖം കണ്ട് ഇസ്രായേൽക്കാർ ഭയന്ന് പിന്മാറാതിരിക്കാൻ അവരൊരു കർട്ടൻ ഇട്ടു. ദൈവത്തോട് സംസാരിച്ച് വന്ന ദിവസങ്ങളിലെല്ലാം അതിശക്തമായൊരു പ്രകാശമായിരുന്നു കേട്ടോ മോശയുടെ മുഖത്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജൊക്കെ പോകുന്നത് പോലെ തന്നെ, വോൾട്ടേജ് കുറയുന്നത് പോലെ മോശയുടെ മുഖത്തെ പ്രകാശമൊക്കെ കുറഞ്ഞു വന്നു. പ്രകാശം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും തീവ്ര പ്രകാശത്തിൽ ജ്വലിക്കുന്ന മോശയാണ് എങ്കിൽ പ്രകാശമില്ലാത്ത മോശയുടെ മുഖം കാണുന്ന ജനം തിരിച്ചു പോകും മോശയിൽ നിന്ന്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കും, മുഖത്തെ മങ്ങിക്കൊണ്ടിരുന്ന തേജസ്, പ്രകാശത്തിൻ്റെ തേജസ് ഇസ്രായേൽ ജനം മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി മുഖത്ത് മൂടുപടം അണിഞ്ഞ മോശയെപ്പോലെയൊന്നുമല്ല ഞങ്ങളെന്ന്. ചില ആളുകൾ അങ്ങനെയാണ്. ശേഖരിച്ചു വെച്ച
പരിശുദ്ധാത്മാവിൻ്റെ ലഹരി വരദാനങ്ങളൊക്കെ കുറേശ്ശെ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചറിയാതിരിക്കാൻ അതൊക്കെ ഉണ്ടെന്ന് ഭാവിച്ചിട്ടുള്ളൊരു ജീവിത രീതി. അതാണ് പറയുക, അവർ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിച്ച് കളയുമെന്നൊക്കെ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. പുതിയ വീഞ്ഞ് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തി നല്ലൊരു മാനസാന്തരത്തിലേക്ക് വന്നാൽ മതി. എളുപ്പമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപകളും ദാനങ്ങളും ഒക്കെ വീണ്ടും തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ ദൈവത്തിന് മുമ്പിൽ ആയിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തെയാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് വചനം, സത്യമായും നിങ്ങൾക്ക് ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുകയില്ല, സത്യമായും പറ്റുകയില്ല. പത്രോസ്ലീഹ യേശുവിനെ തള്ളിപ്പറയുമെന്നുള്ളത് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ഈശോ ഒരു മുന്നറിയിപ്പ് കൊടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയാത്തവനാ യേശു എന്ന് അവർ വിചാരിക്കുകയല്ലേ. കർത്താവ് പറഞ്ഞില്ലേ, ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന്. പത്രോസേ, നിൻ്റെ കൃപകൾ വെച്ചിരിക്കുന്ന ആ കടമുണ്ടല്ലോ, അത് പോകാൻ പോവുകയാണെന്ന് കർത്താവ് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം തള്ളിപ്പറയുകയും ചെയ്തു. നമുക്കറിയാം പത്രോസ്ലീഹ 3 പ്രാവശ്യം യേശുവിനെ തള്ളിയും പറഞ്ഞു. പക്ഷേ കോഴി കൂകിയപ്പോൾ യേശുവിൻ്റെ വാക്ക് അദ്ദേഹം ഓർത്തു. അദ്ദേഹം താൻ പറഞ്ഞതിനെ ഓർത്ത്, യേശുവിനെ തള്ളിപ്പറഞ്ഞോർത്ത് പൊട്ടിക്കരയാൻ തുടങ്ങി. അതാ സംഭവിച്ചത്. ഒരു പൊട്ടിക്കരയൽ, ഒരു മാനസാന്തരം, ഒരു അനുതാപത്തിൻ്റെ കണ്ണുനീര് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവിനെ തള്ളി പറയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ഒക്കെ എന്തൊക്കെയോ ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇനിയും കുറേയും കൂടെ വേണമെന്നൊക്കെ വിചാരിച്ചുള്ള ഓട്ടമൊക്കെ നിർത്തിയിട്ട് ഞാനൊരു പഴയ തോൽക്കുടമായി മാറിയിരിക്കുന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മുടെ കൃപകളും നമ്മുടെ ദാനങ്ങളും നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവ സ്വഭാവങ്ങളിലും എല്ലാം വികലതകൾ വന്നിട്ടുണ്ടെങ്കിൽ, വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, കൃപാദാനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പഴയ തോൽക്കുടം അങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു പുതിയ തോൽക്കുടമായി മാറാം, പുതിയ സൃഷ്ടിയായി മാറാം. എന്നിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകം, വരദാനങ്ങളുടെ സമൃദ്ധിയൊക്കെ സ്വീകരിച്ച് നമുക്ക് സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ മുൻനിരയിൽ നിൽക്കാം. അതാണ് കർത്താവ് നമ്മളെന്ന് ആഗ്രഹിക്കുക. അല്ലെങ്കിലോ ആ പഴയ തോൽക്കുടങ്ങൾ വീണ്ടും വീണ്ടും കൃപകൾ സ്വീകരിച്ച് പഴയതെല്ലാം നിന്ന് അശുദ്ധമായി നമ്മൾ തന്നെ തീർന്നു പോകും. നമുക്ക് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഒരു പുതിയ തോൽക്കുടമാക്കി മാറ്റണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപകളും ദാനങ്ങളും എല്ലാം കൂടുതൽ കൂടുതൽ നിറച്ചു വയ്ക്കാവുന്ന, പുതിയൊരു അഭിഷേകം കൂടുതൽ കൂടുതൽ സ്വീകരിക്കാവുന്ന ഒരു പുതിയ തോൽക്കുടമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ തിരുസാന്നിധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ തള്ളിക്കളയരുതേ കർത്താവേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുത്തു കളയരുതേ കർത്താവേ. അങ്ങോട്ട് ചേർത്ത് നിർത്തണമേ. കൂടുതൽ കൂടുതൽ അളവിൽ ആത്മാവിൻ്റെ അഭിഷേക വരദാനങ്ങളുടെ സമൃദ്ധിയുമുള്ള പുതിയ കുടങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.